ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് തുടരുന്നു. 4-ാമത്തെ പദ്യം. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമഃ. അർക്കാനലാദി വെളിവ്, സൂര്യൻ, അഗ്നി മുതലായ വെളിച്ചം ഒക്കെ ഗ്രഹിക്കും ഒരു, എല്ലാം കണ്ടറിയുന്ന, കണ്ണിന്, കണ്ണ് എന്ന ഇന്ദ്രിയത്തിന്, കണ്ണ് അതിനെ കണ്ടറിയുന്ന കാഴ്ചക്കാരൻ, മനമാകുന്ന കണ്ണ് മനസ്സെന്ന കണ്ണാണ്, അതിന് കണ്ണായിരുന്ന പൊരുൾ മനസ്സിൻ്റെ കാഴ്ചക്കാരനായി വിളങ്ങുന്ന വെളിച്ചം, താനെന്നുറയ്ക്കും അളവ് ഞാൻ തന്നെ എന്ന തീരുമാനം വരുന്നതോടെ ആനന്ദമെന്ത് ഉണ്ടാകുന്ന ആനന്ദത്തിന് അളവില്ല. ഹരിനാരായണായ നമഃ. കളങ്കഹാരിയായ നാരായണന് നമസ്കാരം. സൂര്യൻ, അഗ്നി മുതലായ വെളിച്ചമെല്ലാം കണ്ടറിയുന്നത് കണ്ണ് എന്ന ഇന്ദ്രിയമാണ്. കണ്ണ് എന്ന ഇന്ദ്രിയത്തെ കണ്ടറിയുന്ന കാഴ്ചക്കാരൻ മനസ്സാണ്. മനസ്സിനെ കണ്ടനുഭവിക്കുന്ന വെളിച്ചമോ ഞാൻ തന്നെയാണ്. ഈ തീരുമാനം വരുന്നതോടെ ഉണ്ടാകുന്ന ആനന്ദത്തിന് അളവില്ല. കളങ്കഹാരിയായ നാരായണ, അങ്ങേക്ക് നമസ്കാരം. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുന്ന കണ്ണ്. നിലനിൽപ്പിൻ്റെ രഹസ്യം ലളിതമായും വ്യക്തമായും കാട്ടിത്തരാൻ കഴിവുള്ള ഒരു വിവേചന രീതിയാണ് ദൃക്ദൃശ്യ വിവേകം. അനുഭവത്തെ ഏതാനും ഘട്ടങ്ങളായി തിരിച്ചിട്ട് ഓരോ ഘട്ടത്തിലുമുള്ള ദൃക്ക് ഏത്, ദൃശ്യമേത് എന്ന് വേർതിരിക്കുക. അപ്പോൾ ഏത് അനുഭവഘട്ടവും ദൃക്കെന്നും ദൃശ്യമെന്നും അഥവാ കാഴ്ചക്കാരനെന്നും കാഴ്ചയെന്നും രണ്ടായി വേർതിരിയുന്നത് കാണാൻ കഴിയും. ഇവയിൽ കാഴ്ചക്കാരനില്ലാതെ കാഴ്ചകൾക്ക് ഉണ്മ സാധ്യമല്ലെന്നും സ്പഷ്ടമാകും. അപ്പോൾ കാഴ്ചകളുടെ എല്ലാം കാഴ്ചക്കാരൻ അന്തിമമായി തീരുമാനിക്കപ്പെട്ടാൽ ആ കാഴ്ചക്കാരൻ മാത്രമാണ് സത്യമെന്ന് നിർണയിക്കാനും പ്രയാസമില്ലല്ലോ. ആദ്യമായി അനുഭവത്തിലെ ഇന്ദ്രിയ തലത്തെ വിശകലനം ചെയ്തു നോക്കാം. അനുഭവത്തിൻ്റെ ഏറ്റവും ഉപരിതലം അതാണല്ലോ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. രൂപം, ശബ്ദം, ഗന്ധം, രസം, സ്പർശം എന്നിവയെ അനുഭവിക്കുന്നതോടെയാണ് ബാഹ്യപ്രപഞ്ചം അനുഭവ വിഷയമാകുന്നത്. ഇവിടെ ഇന്ദ്രിയങ്ങൾ കാഴ്ചക്കാരും ഇന്ദ്രിയ വിഷയങ്ങളായ രൂപം തുടങ്ങിയവ കാഴ്ചകളുമാണ്. കണ്ണില്ലാതെ രൂപമുണ്ടെന്ന് ആരും അനുഭവിക്കുകയില്ല. ഇതുതന്നെയാണ് മറ്റ് ഇന്ദ്രിയങ്ങളുടെയും സ്ഥിതി. എന്നാൽ ഇന്ദ്രിയ വിഷയങ്ങൾ അനുഭവപ്പെടാതിരിക്കുമ്പോഴും ഇന്ദ്രിയങ്ങൾ അനുഭവമണ്ഡലത്തിൽ പ്രകാശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചുവന്ന കണ്ണാടി ധരിച്ചാൽ ഒരാൾ പ്രപഞ്ചത്തെ മുഴുവൻ ചുവപ്പായി കാണുന്നത് പോലെ ഇന്ദ്രിയങ്ങളെന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കിത്തീർക്കുന്ന വെറും കാഴ്ചകളാണ് ബാഹ്യപ്രപഞ്ച ദൃശ്യങ്ങളൊക്കെ. ബാഹ്യപ്രപഞ്ച ദൃശ്യങ്ങൾ എന്ന് വന്നു ചേരുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. ചുവന്ന കണ്ണാടി ധരിച്ചാൽ ഒരാൾ പ്രപഞ്ചത്തെ മുഴുവൻ ചുവപ്പായി കാണുന്നത് പോലെ ഇന്ദ്രിയങ്ങളെന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കിത്തീർക്കുന്ന വെറും കാഴ്ചകളാണ് ബാഹ്യപ്രപഞ്ച ദൃശ്യങ്ങൾ എന്ന് വന്നു ചേരുന്നു. ഈ അനുഭവ രഹസ്യമാണ് അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണ് എന്ന ഭാഗം കൊണ്ട് ആചാര്യൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അർക്കാനലാദി വെളിവ് എന്നതുകൊണ്ട് എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളെയും ഗ്രഹിക്കേണ്ടതാണ്.
കണ്ണ് എന്നതുകൊണ്ട് എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളെയും, കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്. അനുഭവത്തിൻ്റെ രണ്ടാമത്തെ തലമാണ് മാനസിക തലം. വികാരസങ്കല്പമയമായ മനസ്സ് ഇന്ദ്രിയങ്ങളെന്ന ഉപകരണങ്ങളിൽ കൂടി പ്രവർത്തിപ്പിക്കുമ്പോഴാണല്ലോ പ്രപഞ്ച അനുഭവമുണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങളെ ഉണ്ടെന്നറിയുന്നതും പ്രവർത്തിപ്പിക്കുന്നതും മനസ്സാണ്. ഇവിടെ മനസ്സ് കാഴ്ചക്കാരനായും ഇന്ദ്രിയങ്ങൾ വെറും കാഴ്ചകളായും വേർതിരിയുന്നു. മനസ്സ് കൈവിട്ടാൽ ഇന്ദ്രിയങ്ങൾ ഇല്ലാതായിത്തീരുന്നു, തുടർന്ന് പ്രപഞ്ച വിഷയങ്ങളും. അപ്പോൾ ഇന്ദ്രിയങ്ങളെക്കാൾ പ്രബലനായ കാഴ്ചക്കാരനാണ് മനസ്സെന്ന് സിദ്ധം. പ്രപഞ്ച വിഷയങ്ങളുടെ കാഴ്ചക്കാരൻ കണ്ണും മറ്റിന്ദ്രിയങ്ങളും ആണെങ്കിൽ അവയുടെ കാഴ്ചക്കാരനാണ് മനസ്സ്. ഇക്കാര്യമാണ് ആചാര്യൻ കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന് കണ്ണായിരുന്ന പൊരുൾ താൻ. മൂന്നാമത്തെ അനുഭവഘട്ടമാണ് അഹംബോധ തലം. ഒരു വ്യക്തിയുടെ മാനസികമായ എല്ലാ അനുഭവങ്ങളുടെയും കേന്ദ്രം ഞാൻ എന്ന അഹംബോധമാണ്. ഒരു വ്യക്തിക്ക് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് 3 അനുഭവമണ്ഡലങ്ങളാണ് ഉള്ളതെന്ന് ഒന്നാം പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നാം കണ്ടുവല്ലോ. ഇവ 3ഉം ഒന്നിൽ മറ്റൊന്നില്ലാത്ത സ്വതന്ത്ര അനുഭവ മണ്ഡലങ്ങളാണ്. ജാഗ്രത്തിൽ സ്വപ്നവും സുഷുപ്തിയുമില്ല, സ്വപ്നത്തിൽ സുഷുപ്തിയും ജാഗ്രത്തുമില്ല, സുഷുപ്തിയിൽ സ്വപ്നവും ജാഗ്രത്തുമില്ല. എന്നാൽ മാറി മാറി വരുന്ന ഈ അനുഭവ മണ്ഡലങ്ങളിൽ മാറാതെ നിൽക്കുന്ന ഒരു കേന്ദ്രം എല്ലാവർക്കും കണ്ടെത്താൻ കഴിയും. ആ കേന്ദ്രമാണ് ഞാൻ എന്ന അഹംബോധം. ഉണർന്നിരുന്നതും സ്വപ്നം കണ്ടതും ഉറങ്ങിയതും ഞാൻ തന്നെയാണെന്ന് എല്ലാവർക്കും അനുഭവമുള്ളതാണല്ലോ. സങ്കല്പങ്ങളും വികാരങ്ങളും മാറി മാറി പ്രത്യക്ഷപ്പെടുന്നതും ഞാൻ എന്ന കേന്ദ്രത്തിലാണെന്ന കാര്യം നിശ്ചയമാണ്. എന്തിനേറെ, ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത സംഭവങ്ങളെല്ലാം തങ്ങി നിൽക്കുന്നത് ഈ കേന്ദ്രത്തെ ആശ്രയിച്ചാണ്. ഇത്രയുമൊക്കെ ആകാമെങ്കിൽ ഈ ജീവകേന്ദ്രം തന്നെയാകണം ഈ ജന്മത്തിൽ ആർജിച്ച സംസ്കാരവും പേറി തൽക്കാല ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. പുനർജന്മ സംസ്കാരവുമേന്തി പുതിയൊരു ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. എന്തായാലും ഞാൻ എന്ന ബോധകേന്ദ്രമില്ലെന്നു വന്നാൽ മനസ്സില്ല, ഇന്ദ്രിയങ്ങളില്ല, ബാഹ്യപ്രപഞ്ചവുമില്ല. അപ്പോൾ ബാഹ്യവിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അന്തിമമായ കാഴ്ചക്കാരൻ ഞാൻ തന്നെയാണ്. അതായത് ഞാൻ ദൃക്കും മറ്റെല്ലാം ദൃശ്യങ്ങളും എന്നർത്ഥം. ഞാൻ സത്യവും മറ്റെല്ലാം അസത്യങ്ങളും. വിചാരശക്തിയുള്ള ആർക്കും നിഷേധിക്കാനൊക്കാത്ത യുക്തിയുക്തമായ സത്യദർശനമാണിത്. അതായത് സകലരിലും ഞാൻ ഞാൻ എന്നിങ്ങനെ സ്ഫുരിക്കുന്ന ബോധാംശം ജഗത്തിനാധാരമായ പരമസത്യത്തിൻ്റെ വ്യക്തമായ അംശമാണെന്നർത്ഥം. എന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമഃ. ഞാൻ ആരെന്നറിഞ്ഞുകൂടാ, ജഗത്തെന്തെന്നറിഞ്ഞുകൂടാ, എൻ്റെ ജീവിത സാഫല്യം എവിടെയാണെന്നും നിശ്ചയമില്ല. ഈ അജ്ഞതയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. മേൽ വിവരിച്ച ദൃഗ്ദൃശ്യ വിവേകത്തിലൂടെ ഈ അജ്ഞത വ്യക്തമായും മാറിക്കിട്ടുന്നു. സകല ദൃശ്യങ്ങൾക്കും പ്രകാശമരുളുന്ന ജ്യോതിസ്സുകളുടെ ജ്യോതിസ്സാണ് ഞാൻ. എന്നിലുണ്ടായി മറയുന്ന വെറും കാഴ്ചകളാണ് മനസ്സുൾപ്പെടെയുള്ള പ്രപഞ്ച ദൃശ്യങ്ങൾ. ഞാൻ ഉപേക്ഷിച്ചാൽ അവയ്ക്കൊന്നും നിലനിൽപ്പു തന്നെയില്ല. ഈ ദൃശ്യപരമ്പരയെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ പൂർണ്ണസ്വരൂപം കണ്ടെത്തുന്നിടത്താണ് ജീവിത സാഫല്യം. എനിക്കപ്പുറത്ത് എന്നെ പ്രകാശിപ്പിക്കുന്നതായി മറ്റൊന്നുമില്ല തന്നെ. ഇക്കാര്യങ്ങൾ സംശയാതീതമായി ഉറപ്പുവരുന്നതോടെ അജ്ഞത മാറി അതിരറ്റ ആനന്ദം കൈവരുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. എനിക്കപ്പുറത്ത് എന്നെ പ്രകാശിപ്പിക്കുന്നതായി മറ്റൊന്നുമില്ല തന്നെ.
ഇക്കാര്യങ്ങൾ സംശയാതീതമായി ഉറപ്പുവരുന്നതോടെ അജ്ഞത മാറി അതിരറ്റ ആനന്ദം കൈവരുന്നു. പാപഹാരിയായ നാരായണ, അങ്ങയ്ക്ക് നമസ്കാരം. ഭാരതീ തീർത്ഥ ഗുരുവിൻ്റേതെന്ന് കരുതപ്പെടുന്ന മനോഹരമായ ഒരു വേദാന്ത പ്രകരണ ഗ്രന്ഥമുണ്ട്. ദൃഗ്ദൃശ്യ വിവേകം എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. അതിലെ ആദ്യത്തെ ശ്ലോകം നോക്കുക. ദൃശ്യം സർവമനാത്മാ സ്യാദ് ദൃഗേവാത്മാ വികാരിണി ആത്മാനാത്മവിവേകോയം കഥിതോ ഗ്രന്ഥകോടിഭിഃ. കാഴ്ചകളൊക്കെ ആത്മാവല്ലാത്ത അസത്യജഡങ്ങൾ. കാഴ്ചക്കാരനായ ആത്മാവ് മാത്രം മാറ്റമില്ലാത്ത സത്യം. ഗ്രന്ഥങ്ങളെല്ലാം വിവരിക്കുന്നത് ഈ ദൃഗ്ദൃശ്യ വിവേകം തന്നെയാണ്. ഹരിനാമകീർത്തനത്തിലെ പ്രസ്തുത പദ്യം ശ്രീ ശങ്കര ഭഗവത്പാദരുടെ ഏകശ്ലോകി എന്ന പ്രസിദ്ധമായി തീർന്നിട്ടുള്ള ഒറ്റ ശ്ലോകത്തിൻ്റെ ആശയ അനുവാദമാണ്. കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ രാത്രൗ പ്രദീപാദികം സ്യാദേവം രവിദീപദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹി മേ ചക്ഷുസ്തസ്യ നിമീലനാദിസമയേ കിം ധീർധിയോ ദർശനേ കിം തത്രാഹമതോ ഭവാൻ പരമഹം ജ്യോതിസ്തദസ്മി പ്രഭോ. സത്യമന്വേഷിച്ച് ഗുരുസന്നിധിയിലെത്തിയ ശിഷ്യന് ഗുരു ചോദ്യോത്തര രൂപത്തിൽ സത്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഗുരു: ശിഷ്യ, എന്തു വെളിച്ചമാണ് നിനക്കിവിടെയുള്ളത്? ശിഷ്യൻ: ഗുരു, പകൽ സൂര്യനും രാത്രി അഗ്നി മുതലായവയും. ഗുരു: ആകട്ടെ, സൂര്യനെയും അഗ്നിയെയും അറിയാൻ നിന്നെ സഹായിക്കുന്ന വെളിച്ചം ഏതാണ്? ശിഷ്യൻ: പ്രഭോ, അതെൻ്റെ കണ്ണാണ്. ഗുരു: കണ്ണടച്ചാൽ പിന്നെ അവശേഷിക്കുന്ന വെളിച്ചമോ? ശിഷ്യൻ: എൻ്റെ മനസ്സ്. ഗുരു: മനസ്സിനെ കാണാൻ സഹായിക്കുന്ന വെളിച്ചമോ? ശിഷ്യൻ: ഗുരു, അത് ഞാൻ തന്നെയാണ്. ഗുരു: ശിഷ്യ, അതുകൊണ്ട് നീ തന്നെയാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന അന്തിമമായ വെളിച്ചം. ശിഷ്യൻ: പ്രഭോ, സമ്മതിച്ചു, ഞാൻ തന്നെയാണ് പ്രകാശങ്ങളുടെയൊക്കെ പ്രകാശം. ഇത്രയുമാണ് ഏകശ്ലോകിയുടെ താത്പര്യം. സകലരിലും സദാ സ്ഫുരിക്കുന്ന ഞാൻ എന്ന ബോധാംശത്തിൻ്റെ പൂർണ്ണരൂപം കണ്ടെത്തുകയാണ് സത്യാന്വേഷണം. മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബാഹ്യദൃശ്യങ്ങൾ എന്നീ ജഡരൂപങ്ങൾ ആ ചേതനൻ്റെ പൂർണ്ണരൂപം മറച്ച് അല്പമാക്കി തീർത്തിരിക്കുന്നു. അവയെ അകറ്റി പൂർണ്ണബോധം സാക്ഷാത്കരിച്ച സത്യദർശി എന്ന നിലയിലാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകത്തിൽ തൻ്റെ ആനന്ദ അതിശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ചിത്തശുദ്ധിയിൽ കൂടി മാത്രമേ ആത്മസ്വരൂപം പൂർണ്ണമായി തെളിയൂ. കുട്ടികളെ എഴുത്തിനിരുത്തുമ്പോൾ തന്നെ ചിത്തശുദ്ധിയിലാക്കാക്കിയാണ് ഹരിശ്രീ ഗണപതയേ നമഃ എന്ന ഗണപതി വന്ദനവാക്യം ആദ്യമായി എഴുതിക്കുന്നത്. എഴുത്തച്ഛൻ തൻ്റെ കൃതിക്ക് ആദ്യത്തെ 4 പദ്യങ്ങൾ കൊണ്ട് ഒരു ഉപോദ്ഘാതം രചിച്ചു കഴിഞ്ഞു. ഈ കുട്ടികളെ എഴുത്തിനിരുത്തി അഭ്യസിപ്പിക്കുന്ന പ്രകാരം ഹരിശ്രീ എന്ന് തുടങ്ങുന്ന ഗണപതി വന്ദനത്തിലെ ഓരോ അക്ഷരമായെടുത്ത് ഹരിനാമം കീർത്തിക്കാനാണ് കവി ഒരുമ്പെടുന്നത്. ഒരുപക്ഷെ എഴുത്തിനിരിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ ഹരിനാമകീർത്തന ശ്ലോകങ്ങൾ ഹൃദിസ്ഥമാക്കട്ടെ എന്ന ആഗ്രഹവും കവിക്ക് ഉണ്ടായിരുന്നിരിക്കാം. കേരളത്തിൽ ഒരു കാലത്ത് അത് സംഭവിച്ചിരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. ചിത്തശുദ്ധീകരണത്തിന് എളുപ്പവഴി നാമജപത്തോടുകൂടിയ നിരന്തരമായ ഈശ്വര അനുസന്ധാനമാണ്. തൻ്റെ കൃതി അതിനുപകരിക്കണമെന്ന് കവി കരുതുന്നു. അതിനായി ഈ സദുദ്യമത്തിൽ സകലരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ് അടുത്ത പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. സകല സന്താപനാശന ജഗന്നാഥ